ഈ രാജകീയ തലപ്പാവ് എനിക്ക് എന്റെ ശിരസിലെ കിരീടമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിക് ജീവിതകാലം മുഴുവൻ ഒരു മൂകനായി തന്നെ തുടരേണ്ടതുണ്ട്. 15 ദിവസമായിട്ട് ഒന്നും സംസാരിക്കാതിരുന്ന ചെക്കൻ നാളെ വല്ല കച്ചേരി നടത്തുന്നാണോ പറയുന്നത്? എനിക്കിപ്പോ അവിക്കിന്റെ കാര്യത്തിലല്ല പേടി, ആ റോജയുടെ കാര്യത്തിലാണ്. ഇങ്ങോട്ട് നോക്കി, നല്ല ഭംഗിയില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒരു പക്ഷിയെ വരച്ചാലോ? നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ? ഇഷ്ടപ്പെട്ടോ? ആവിക്, ഇങ്ങോട്ട് നോക്ക്, എന്താ വരച്ചിരിക്കുന്നത് നോക്കിക്കേ, നല്ല ഭംഗിയുള്ള വീട്. അവിക് ശാന്തനായിരിക്കുന്നതിലൂടെ 2 നേട്ടങ്ങളുണ്ടച്ച. ഒന്നവൻ മൂകനായി തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നീട് അവന് ഒരിക്കലും ഒരു രാജാവാകാനാകില്ല. രണ്ടാമത്തേത്, റോജയോടോ മറ്റാരോടെങ്കിലുമോ നടന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ അവന് പറയാനാവില്ല. ശരി, പോട്ടെ, ഒരു ദിവസത്തേക്കല്ലേ. ഒരു നൊടിക്കുള്ളിൽ എല്ലാം അവസാനിക്കാം. അതിനുശേഷം പുതിയ സൂര്യൻ വരും, അത് ഉറപ്പായിട്ടും പുതിയ രാജാവായി വരും. അതെ, പക്ഷെ അച്ഛാ, ഈ രാത്രി നീണ്ടത് മാത്രമല്ല, പക്ഷെ ഭയപ്പെടുത്തുന്നത് കൂടിയായിരിക്കും. ഇനി എങ്ങാനും റോജ അവിക്കിനെ നേരെയാക്കി എടുക്കുകയാണെങ്കിൽ? ഞാനല്ലേ പേടിക്കേണ്ടത്, നീയല്ലോ. നീ പപ്പയുടെ ബ്രേവ് ബോയാ. ഐ പ്രോമിസ്, നിന്റെ മനസ്സിലുള്ള ഭയം ഞാൻ മാറ്റിത്തരും. ആ റോജ പരമാവധി ശ്രമിച്ചു നോക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിക്കിനെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. എന്താങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അവിക്കിന്റെയും റോസിന്റെയും പിന്നാലെ നിൽക്കാൻ പറ്റൂ? ലിക്കർ ഫാക്ടറിയുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധ വേണം. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയുന്നില്ല. ശരി തന്നെയാണ്, പക്ഷെ ആകെ ഇനി ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പവർ നമ്മുടെ കയ്യിൽ ഇരിക്കും, അതുപോലെ പൈസ നിന്റെയും. ശരി ചേച്ചി, ഞാൻ ഇപ്പൊ എന്തായാലും പോവാ. പിന്നെ ഒരു കാര്യം, നാളെ കാലത്ത് എഴുന്നേറ്റ ഉടനെ വീർഗഡിന്റെ മഹാറാണിയായി എനിക്ക് ചേച്ചിയെ കാണണം. നിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പവർ ഒരിക്കലും നേടാനാവില്ലായിരുന്നു. നന്ദിയുണ്ട് സഹോദര. ശരി ശരി, നിങ്ങൾ എന്റെ ചേച്ചിയല്ലേ. നിങ്ങൾ ഇവിടുത്തെ മഹാറാണിയായി കാണാനാ ഞാൻ കൂടെ നിൽക്കുന്നത്. അതെ, വേഗം നിങ്ങൾ മഹാറാണിയാവണം. ഇല്ല റോജ, നീ കരയാൻ പാടില്ല. നിന്റെ കണ്ണുനീർ ആവിക്കിന്റെ ബലഹീനനാക്കും. നീ ഇപ്പൊ അവന്റെ ചേച്ചി മാത്രമല്ല, നീയായിപ്പോ അവന്റെ അമ്മ, നീയായിപ്പോ അവന്റെ പപ്പ. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ പേടിക്കുന്ന ആവിക്? നിന്റെ ചേച്ചി നിന്റെ കൂടെ തന്നെ ഉണ്ട്. നോക്ക്, നീ ചേച്ചിയെ നോക്ക്. നോക്ക് മോനെ. ആവിക്കിനിപ്പോ തീ എന്ന് വെച്ചാ പേടിയാണ്. അതുകൊണ്ടായിരിക്കും അവൻ പപ്പയുടെ ഫോട്ടോയ്ക്ക് തിലകം ചാർത്താതിരുന്നത്. ആവിക്,
ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? ഇത് നീ തീയാണെന്ന് വിചാരിച്ചാൽ ഇത് നിന്നെ വീണ്ടും പേടിപ്പിക്കും. ഇത് വെളിച്ചമാണെന്ന് കരുതി നോക്ക്. അപ്പൊ ഇത് നിനക്കൊരു വഴി കാണിച്ചു തരും. പേടിക്കല്ലേ. ഇത് വെളിച്ചമാണെന്ന് വിചാരിച്ച നീ ഒന്ന് ഊതിക്കേ. തീർച്ചയായും ഇത് നിനക്കൊരു വഴി കാണിച്ചു തരും. അവിക്, നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? എന്റെ അനിയൻകുട്ടൻ പപ്പയെ പോലെ ബ്രേവ് അല്ലേ? നീ ഒരു രാജാവിന്റെ മകനാ. നോക്ക്, ധൈര്യം നിന്റെ രക്തത്തിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് മോനെ. ഇപ്പൊ ഇങ്ങോട്ട് നോക്ക്. ഒരു മിനിറ്റ്. ഇന്നത്തെ കാലത്തെ ഈ ജനറേഷൻ തോറ്റു കഴിഞ്ഞാലും തോൽവി സമ്മതിക്കേയില്ല. ഇനി നാളെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി കാണുമ്പോ അപ്പോഴാണ് ശരിക്കുള്ള സന്തോഷം കിട്ടാൻ പോകുന്നത്. ഇപ്പൊ നോക്കിയോ കളി എങ്ങനെ വരുന്നെന്ന്. സമീർ ഭായ്, എന്താ ഇത്? റിയൽ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ജയിക്കുന്നത്, ഈ ഗെയിമിലെങ്കിലും എന്നെ ഒന്ന് ജയിക്കാൻ വിട്. നെവർ. ഗെയിം ആണെങ്കിലും റിയൽ ലൈഫ് ആണെങ്കിലും സമീർ ചേട്ടൻ ഒരിക്കലും തോക്കില്ല. കമോൺ ചേട്ടാ. About to end the game is ദേ, കിട്ടി. ജയിച്ച്. എനിക്കറിയാം എന്റെ പപ്പയും മമ്മിയും മരിച്ചതിൽ നിനക്ക് ഒട്ടും തന്നെ സങ്കടമില്ലാന്ന്. ബട്ട് അറ്റ്ലീസ്റ്റ് അല്പെങ്കിലും മനസാക്ഷി വേണ്ടേ? മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കരുത്. നിന്റെ വേദന നിന്റെ മാത്രമാണ്. നിനക്കല്ലാതെ അതിനെക്കാളും വലുത് ആർക്കും അതൊക്കെ മനസ്സിലാവില്ല. എനിക്കറിയാം. പക്ഷേ അതൊരിക്കലും നിനക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഇതെന്താ? ഇതൊക്കെ കുറച്ച് ദിവസമെങ്കിലും നിനക്ക് കളിക്കാതിരുന്നൂടായിരുന്നോ? ഞങ്ങൾ വെറുതെ ഗെയിം കളിക്കല്ലായിരുന്നോ? നീ ആ കൺട്രോളറിങ് ആണേ. സത്യം പറഞ്ഞ നിനക്ക് നിന്റെ ജീവിതം പോലെ കളിയാണ് സമീർ. പണക്കാരനായ അച്ഛന്റെ പണക്കാരനായ മകനല്ലേ? പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ നീ മറക്കരുത്. ഗെയിമിൽ മരിച്ചാൽ നിനക്ക് വീണ്ടും ജീവിക്കാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ അത് ഒരിക്കലും സാധ്യമല്ല. കൺട്രോളോട് വെക്ക് റോജ. ഞാൻ നിനക്ക് തരില്ല. നീ കാരണം എന്റെ പാരന്റ്സ് എന്റെ കൂടെ ഇല്ലാത്തത്. അന്ന് നീ എന്നെ ആ കാറിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവരെ രക്ഷിച്ചിട്ടുണ്ടാവും. സമീർ, പ്ലീസ് തുറക്ക്. നീ ഒറ്റ കാരണം എന്റെ ജീവിതം മുഴുവൻ പേരിട്ടിലായിരിക്കുന്നത്. I hate you, സമീർ. അയ്യോ, നമ്മുടെ രാജകുമാരന്റെ അവസ്ഥയൊന്ന് നോക്കിയേ. തല മൂടി അങ്ങ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടേ. നമ്മുടെ രാജകുമാരന് വല്ലാതെ അങ്ങ് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് അവനിങ്ങനെ കിടന്ന് വിറയ്ക്കുന്നതൊന്നും കാണാൻ പറ്റുകയില്ല. ചെല്ല്, നീ ചെന്ന് തീ കത്തിക്ക. ശരി. പേടിക്കുന്നത്? പേടിക്കേ വേണ്ട മോൻ, ഇനി എന്തായാലും തണക്കില്ല. ദാ നോക്ക്, തീയ കണ്ടില്ലേ നീ? ഇപ്പൊ തീ കത്തിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നിനക്ക് തോന്നുന്ന എല്ലാ തണുപ്പും അങ്ങ് മാറിക്കെട്ടിക്കോളും കേട്ടോ. കൂടെ ഞാനില്ലേ. പിന്നെ എന്തിനാ മോനിങ്ങനെ പേടിക്കുന്നേ? അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ എന്താ? നിനക്ക് ഭാവിയിൽ എന്താ ആവശ്യം വന്നാലും ശരി, ഉടനെ തന്നെ അത് എന്നോട് പറയാൻ ഒട്ടും തന്നെ മടിക്കേണ്ട കാര്യമില്ല. നിന്റെ വല്യമ്മയല്ലേ ഞാൻ. ടേക്ക് കെയർ.
ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഒരുപാട് കളിച്ചു. ഇനിയും അത് ആവർത്തിക്കരുത്. സമീർ ഭായ്, അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് എന്നോടല്ല, അവളോട് സ്വന്തമായിട്ടാണ് പറഞ്ഞത്. ഇത് ഏത് വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോ ഈ പറയുന്നത്? കാരണം ഞാനും എൻ്റെ അച്ഛനെയും അമ്മയും വിട്ടുപോയതാ. എനിക്ക് അവളുടെ വേദന മനസ്സിലാവും. എനിക്ക് നന്നായി അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.